സ്നേഹാദ്വ്യാധാത്തപുത്രപ്രണയമൃതകപൗതായുതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയക്ഷുതമപി ശയുവത്സിന്ധുവത്സ്യാമഗാധഃ മാപപ്തം യോഷിതാദൗ ശിഖിനിശലഭവദ്ഭൃംഗവത്സാരഭാഗീ ഭൂയാസം കിന്തു തദ്വദ്ധനചയനവശാത് മാഹമീശ പ്രണേശം. അവധൂതൻ്റെ സഞ്ചാരം തുടരാണ്. 2 പ്രാവുകളെ കണ്ടു അവധൂതൻ. ഒരു പ്രാവിൻ്റെ ജീവിതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ധാരാളം ഉണ്ടല്ലോ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഈ പ്രാവ്, ആൺപ്രാവ് പെൺപ്രാവ്, അത് കൂട് വയ്ക്കുന്നതും അതിൽ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും ഒക്കെ ശ്രദ്ധിച്ചു. ആ പ്രാവുകൾ വളരെ സ്നേഹബദ്ധ ഹൃദയവും സ്നേഹാനുബദ്ധ ഹൃദയവും അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ ചിലപ്പോൾ പ്രാവൊന്നും ആയിരിക്കില്ല, ഒരു ഫാമിലി ആയിരിക്കും. പക്ഷെ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രാവെന്നും ജഡഭരതൻ്റെ കഥയിൽ മാനെന്നൊക്കെ പറയണത്. ഒരു സാങ്കേതിക ഭാഷയിൽ പറയുകയാണെന്ന് കുട്ടിക്കൊള്ളും. അപ്പോൾ ഈ പ്രാവുകൾ ഇങ്ങനെ പ്രിയമായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വന്ന് വലവെച്ചു. അപ്പോൾ ഈ പ്രാവിൻ്റെ കുട്ടികൾ ഇങ്ങനെ തത്തി തത്തി കുറച്ച് പറക്കാൻ തുടങ്ങിയത് ഈ വലയിൽ പെട്ടു. തൻ്റെ കുഞ്ഞുങ്ങൾ വലയിൽ പെട്ടത് കണ്ട് പെൺപ്രാവ്, അമ്മപ്രാവും അതിൽ വീണു. അയ്യോ, എൻ്റെ കുട്ടികളും പോയി, എൻ്റെ ഭാര്യയും പോയല്ലോ എന്ന് കരഞ്ഞ് ആ ആൺപക്ഷിയും ആ വലയിൽ പെട്ടു. ഈ വേട്ടക്കാരൻ അതും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ അവധൂതൻ അത് കണ്ട് ആശ്ചര്യത്തോടു കൂടെ നോക്കി, ഈ പാവം ഈ കുടുംബമൊക്കെ പെട്ടുപോയല്ലോ. അയാളിങ്ങനെ അർത്ഥവത്തായിട്ട് ആ വേട്ടക്കാരനൊന്ന് നോക്കിയിട്ട് പോയത്രേ. ഓ, ഇവൻ കാലപുരുഷനാണ്. ഈ ലോകത്തിൽ നമ്മൾ സൗഖ്യമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു വരുന്നു. അതിനു വേണ്ടിയിട്ടാണ് കുടുംബമൊക്കെ ഉണ്ടാക്കുന്നതും വീട് കെട്ടുന്നതും കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നതും സന്തോഷമായിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുന്നതും. പക്ഷെ കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പല പ്രശ്നങ്ങളും വരും. കുട്ടികളുടെ പാട്ടിൽ പോകും, പിന്നെ അമ്മയും അച്ഛനും ഇരുന്ന് കരയും. ഇതൊക്കെയാണ് കാലത്തിൻ്റെ പോക്ക്. നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം. കുട്ടികളെ വളരെ സ്നേഹത്തോടെ വളർത്തി കുട്ടികളിങ്ങനെ വേറെ എവിടെയോ പോയി. അവർ വിളിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരണില്ല. അമ്മയും അച്ഛനും ആണെങ്കിലോ എൻ്റെ മകൻ വരണില്ല, മകൾ വരണില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ഇവിടെ ഇരിക്കും. ഇവരവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്കേ വിസ കിട്ടുള്ളൂ. പിന്നെ ട്രംപ് തുറിച്ചു നോക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സ് വളരെയധികം കുട്ടികളിൽ മനസ്സ് വെച്ചു, അവരെ പഠിപ്പിച്ചു. അമേരിക്കയിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞ് എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ പോയിട്ടും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ടുമൊക്കെ ഒരുപാട് ചുറ്റി. ഇപ്പം തിരിച്ചു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ തമാശ പറയല്ല കേട്ടോ, ഇത് കഥയാണ്. പല സ്ഥലത്തും കാണാൻ കിട്ടണില്ല എന്നാണ്. അപ്പം അങ്ങനെ ഈ കുട്ടികളെ ചിന്തിച്ച് എന്നാ ഞങ്ങളും അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് പോയാൽ, അവിടെ പോയാൽ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോഴൊക്കെ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരോടും വിളിച്ച് ഇത്ര കാലം സംസാരിക്കാത്ത ആളുകളെയൊക്കെ വിളിച്ച് സംസാരിച്ചു. ഞാൻ വാഷിങ്ടൺ DC പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് ആ പെരുമ പറയണമല്ലോ, അതിനാണ്.
ഞാൻ വാഷിങ്ടൺ DC പോവാണ്. അതെയോ? ഞാൻ ഇപ്പോൾ ന്യൂയോർക്കിലാണെന്ന് അവർ. അവരിവിടെ ചാലക്കുടിയിലുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്നാണ്. വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ പോയി ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. അവർ വിളിക്കുമല്ലോ, എന്താ ഒന്നും ചെയ്യാനില്ല, അവിടെ പോയി വീട്ടിനുള്ളിൽ കിടക്കണം, പുറത്ത് പോകണമെങ്കിൽ നമുക്ക് കാർ ഓടിക്കാൻ അറിയണം, യാത്ര ചെയ്യാൻ ഇങ്ങനെ പല വിഷമങ്ങളെന്ന് വെച്ചോളൂ. ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പല വിധത്തിലും ഏവം കുടുംബി അശാന്താത്മ, ഇതൊക്കെ ഉപദേശമൊക്കെ ഗൃഹസ്ഥന്മാർക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് പറയുകയാണ് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കും എന്നാണ്. ഏവം കുടുംബി അശാന്താത്മ എന്ന് വെച്ചാൽ കുടുംബത്തിൽ ശാന്തിയോടെ ഇരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ദ്വന്ദ്വാരാമപദത്രിവത്, അവിടുന്നാണ് ദ്വന്ദ്വാരാമൻ. എന്താ അറിയോ? എന്നിൽ നിന്ന് അന്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് എനിക്ക് സുഖം കിട്ടേണ്ടതെന്ന് ധരിക്കണവനാണ് ദ്വന്ദ്വാരാമൻ. തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം 2 എണ്ണം ഉണ്ട്. ഇതിനൊക്കെ മൂലമായിട്ടുള്ളത് അവിദ്യയാണ്. അപ്പോൾ പുറത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഒരു നിലയ്ക്ക് നിൽക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ വിഷമിക്കും. പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീതതി യഃപ്രാപ്യ മാനുഷം ലോകം, ഈ മനുഷ്യലോകത്തിൽ വന്ന് ജനിച്ചു. മുക്തിദ്വാരം അപാവൃതം, ഇവിടെ ഒരു മനുഷ്യന് സ്വതന്ത്രത, മുക്തി നേടാൻ, ഭഗവത് പ്രാപ്തി നേടാൻ വാതിലൊക്കെ തുറന്നു കിടക്കുക. ഗൃഹേഷു ഖഗവത്സക്ത, ഈ പക്ഷിയെ പോലെ വീട്ടിൽ പെട്ടുകിടന്നാൽ തം ആരൂഢച്യുതം വിധു. കുറച്ച് ഷാർപ്പ് ഭാഷയാണ്, ലാംഗ്വേജാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു മരുന്നാണത്. ഇതിനകത്ത് പെട്ടുകിടന്നാൽ അവൻ കുറച്ച് ഉയരത്തിൽ പോയി വീണവനെ പോലെയാണെന്നാണ്. ആരൂഢച്യുതം വിദുഹു, മനുഷ്യ ശരീരം കിട്ടി. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം കുഴപ്പമൊന്നുമില്ല, മക്കളെ നോക്കണം, പേരക്കുട്ടികളെ നോക്കണം, എല്ലാം നമ്മൾ നോക്കാതെ പിന്നെ ആരും നോക്കും, എല്ലാം നോക്കണം. പക്ഷേ ജാഗ്രത, ആവശ്യത്തിലധികം യാവതർത്ഥം വ്യവഹരേത്, ഭഗവത് സ്മരണ ഉള്ളിൽ വെച്ചുകൊണ്ട് അവരെയൊക്കെ നോക്കിക്കൊള്ളുക, നിസ്സംഗമായിട്ടിരിക്കാൻ പഠിച്ചുകൊള്ളുക. അപ്പോൾ മക്കൾക്കും ഈ അച്ഛനും അമ്മമാരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യണില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ തൊടന്ന് പറഞ്ഞ് അവരെന്ത് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ പ്രവേശിച്ചിട്ട് അവരെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ആക്കിയിട്ട് അവർക്ക് ഉപദ്രവമാണ്. ഇവർ പാട്ടിൽ ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നാൽ അവരൊക്കെ നോക്കിക്കോളും. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഓൾഡ് ഏജ് ഹോമും അവിടെ ഇവിടെയൊക്കെ കൊണ്ടാക്കേണ്ടി വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തി പുറത്തേക്കില്ല. ഒന്നിൽ നമ്മൾ ഏതെങ്കിലും ഹോമിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാൻ പാടില്ല. ചിലപ്പോൾ ഈ വയസ്സായ ആളുകളെ കാരണമുള്ള ബുദ്ധിമുട്ട് കുട്ടികളൊക്കെ പറയാറുണ്ട്. തദപിന മുഞ്ചതി ആശാപാശ. ഈ വയസ്സായി ഒരു അമ്മ പറഞ്ഞു, എന്ത് ചെയ്യാം, എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല, പാവം, എപ്പോഴും ആ കുട്ടിയെക്കുറിച്ചുള്ള വിഷമവും അവരുടെ ജീവിതത്തിൽ ഇൻ്റർഫിയറൻസാണ്. അപ്പോൾ ഈ മുത്തശ്ശിക്ക് വയസ്സ് 92, അപ്പോൾ മകന് 71. ശരിക്കും അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ വിടാൻ പോകണമെന്നാണ് നിസ്സംഗത. എപ്പോൾ ഇതിന്നൊക്കെ നിസ്സംഗമായി ഭഗവാനിൽ മനസ്സ് വയ്ക്കും. അപ്പോൾ ഈ നിസ്സംഗത എപ്പോഴും വേണം. അതിനാണ് ഈ കഥ പറഞ്ഞത്. ഒട്ടിപ്പിടിച്ചിരിക്കരുത്, കുറച്ചൊക്കെ അങ്ങനെ അവരുടെ ഫ്രീഡത്തിൽ വിടുക. കുറച്ച് വലുതായി കഴിഞ്ഞാൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ പോലും കഴിഞ്ഞു, ഇനി അവരവരുടെ പാട്ടിൽ. അതുപോലെ വിട്ടുകളയുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടണം, നിങ്ങളുടെ ഉള്ളിലുള്ള സത്യത്തിനെ അറിയണം, ശാന്തി നേടണം. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികൾക്കും നല്ലത് വരും, അവരും സന്തോഷിക്കും. ഇതിനാണ് ഈ കഥ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അവധൂതൻ ഇങ്ങനെ സഞ്ചരിച്ചു.
ഇതിപ്പോൾ യോഗികൾ യതികളുടെ വിഷയത്തിലാവുമ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പെട്ടാൽ മനസ്സിന് അശാന്തി വരും എന്ന് സ്വതന്ത്രമായിട്ട് പോയി അവധൂതൻ. ഈ അവധൂതന്മാർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവർ രണ്ടു കൂട്ടരാണ്. ഒന്ന് 7 വീട്ടിൽ ഭിക്ഷ എടുക്കും. ഭിക്ഷ എടുത്തിട്ട് കിട്ടിയ ഭിക്ഷ ഏതെങ്കിലും തീർത്ഥത്തിൽ കുളത്തിലോ നദീതീരത്തിലോ ഇരുന്ന് കഴിക്കും. ഇങ്ങനെയാണ് യതിധർമ്മത്തിലെ ഓരോ വഴി. അതിൽ ശരിക്കും ഭിക്ഷ വാനപ്രസ്ഥാശ്രമങ്ങളിൽ ഭിക്ഷ എടുക്കണമെന്നൊക്കെ ഭാഗവതം പറഞ്ഞു. മുഖ്യമായ ധർമ്മം യതിക്ക് ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ്. അതിന് കേടുവരാത്ത വിധത്തിൽ ബാക്കിയുള്ള ധർമ്മങ്ങളൊക്കെ, വയറ് വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമല്ലോ, അതിനുള്ളൊരു വഴി. ഇപ്പോൾ ചിലർ തീരുമാനിക്കും ഞങ്ങൾ ഇനി ഭിക്ഷയ്ക്കും പോണില്ല, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാലേ ഉള്ളൂ. ഇതിനാണ് അജഗരവൃത്തി എന്ന് പേര്. ഈ അജഗരം എന്ന് വെച്ചാൽ മലമ്പാമ്പ്. ഈ മലമ്പാമ്പ് ഒരിടത്ത് കിടക്കും. ഇപ്പോൾ മലമ്പാമ്പ്, നമ്മുടെ അവിടെയുള്ള മലമ്പാമ്പുകളൊക്കെ മനുഷ്യനെ ഒന്നും പിടിക്കാനാവുന്ന അത്ര വലുപ്പമൊന്നുമില്ല അതിന്. മുമ്പുണ്ടായിരുന്നുണ്ടാവും, ഇപ്പം അങ്ങനത്തെ പാമ്പുകളൊന്നും ഇല്ലാത്രേ. എന്നാലും കോഴിയോ ആടിനെയോ ഒക്കെ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. ആ മലമ്പാമ്പ് ഇങ്ങനെ കിടക്കും, അനങ്ങാതെ കിടക്കും, വായും പൊളിച്ച് കിടക്കുന്നതാണ്. ഒരു കാര്യം അറിയോ, നല്ല ഒരു ഭക്ഷണം കഴിച്ചാൽ ചില മലമ്പാമ്പുകൾ 1 വർഷത്തിന് ഉപവാസമാണ്. 1 വർഷം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. വെറുതെ കഥ വിട്ടതാണെന്നും പറയാൻ പാടില്ല. 1 വർഷമൊക്കെ. ഇപ്പോൾ പ്രകൃതിയിലുള്ള രഹസ്യങ്ങളാണതൊക്കെ. നമ്മൾ പലതും നമ്മൾ അറിയണില്ല. അല്ലാതെ മലമ്പാമ്പിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊരു മുയൽ, ഉച്ചയ്ക്ക് ഒരു മാന്, ഇങ്ങനെയൊന്നും കിട്ടില്ല അതിന് ആഹാരം. ഇപ്പോൾ ഈ പുലി കടുവയൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം ഓടിയിട്ടാണ് അതിനൊരു മാനിനെ കിട്ടുക. ഒരു 10-20 പ്രാവശ്യം ചേസ് ചെയ്യണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു മാന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പിന്നെ ഉള്ളൂ ഭക്ഷണം. നമ്മളുടെ കാര്യം നോക്കൂ, സപ്താഹമാവട്ടെ എന്താവട്ടെ അതിൽ മാത്രം നോ കോംപ്രമൈസ് അല്ലേ. എന്തൊക്കെ വിധവിധമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇതുമൊക്കെ കഴിക്കുകയും വേണം, പിന്നെ ഭാഗവതം കേൾക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ നടക്കില്ല. നമ്മുടെ അവിടെ ഒരു യോഗി ഉണ്ടായിരുന്നു തിരുവണ്ണാമലയിൽ, യോഗി രാം സുരത് കുമാർ. അപ്പം അദ്ദേഹം ആശ്രമം, വയസ്സുകാലത്ത് അദ്ദേഹത്തിന് സമാധി സമയത്താണ് ആശ്രമം കിട്ടിയത്. അതുവരേക്കും അദ്ദേഹം ഭിക്ഷാന്തഹിയായിരുന്നു, നാമം ജപിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ അദ്ദേഹം ആശ്രമം തുടങ്ങിയപ്പോൾ സ്വാമി പറഞ്ഞു, ഇവിടെ ആരൊക്കെ വന്ന് നാമജപം ചെയ്യുന്നു അവർക്കൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, അതെങ്ങനെ നന്നായിട്ട് നടക്കുന്നുണ്ടോ സ്വാമിയും ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, എന്ത് ചെയ്യാം, നാമം ജപിക്കണവർ ഭക്ഷണവും കഴിക്കണില്ല, ഭക്ഷണം കഴിക്കണവർ നാമവും ജപിക്കണില്ല. അപ്പോൾ ശരി, ഭക്ഷണം കഴിക്കണവർ കഴിച്ചിട്ട് പോട്ടെ എന്ന് വെച്ചു, നാമം ജപിക്കണവരും ജപിച്ചോട്ടെ. അപ്പോൾ 2 വഴിക്കാണ്. ഇപ്പോൾ ഈ അജഗരം കണ്ടിട്ട് അവധൂതൻ പഠിച്ചു എന്നാണ്, ഒന്നും തിരക്ക് കൂട്ടരുത് എന്നാണ്. ഭക്ഷണം കഴിക്കാൻ തിരക്ക് കൂട്ടരുത്. നമ്മൾക്കും ഈ അജഗരത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ എടുത്ത സപ്താഹത്തിലൊക്കെ സമാധാനം കൊണ്ടുതരുമൊന്നുമില്ല കേട്ടോ. എന്നാൽ ധൃതി കൂട്ടാതെ പതുക്കെ, 1 വർഷമൊന്നും വേണ്ടല്ലോ, അത് കുറച്ച് നേരം എല്ലാവരും കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അജഗരായ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊരു വരിയായിട്ട് അങ്ങനെയൊക്കെ പോയാൽ, ഇതൊക്കെ നോക്കൂ, നമ്മൾക്ക് നമ്മളെ നിയമനം ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഒന്ന് വെടുപ്പാക്കി എടുക്കുക എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടു പഠിക്കുകയാണേ എങ്ങനെ ഇരിക്കാം എന്നൊക്കെ. ഇപ്പോൾ ഈ അജഗരത്തിൽ നിന്നും ഈ ഒരു കാര്യം ഈ അവധൂതൻ പഠിച്ചു. പട്ടണത്ത് സ്വാമികളുടെ കഥയിൽ പറയും, അദ്ദേഹത്തിനൊരു പാട്ട് തന്നെ ഉണ്ട് അങ്ങനെ, വന്നു കൊണ്ടുതരാതെ പോയി എടുക്കില്ല ഭിക്ഷ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പാട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ അദ്ദേഹം സമാധിസ്ഥിതനായിട്ട് ഒരിടത്ത് ഇരിക്കും. എന്നിട്ട് എപ്പോൾ ഉണരണമോ അപ്പോൾ ഭിക്ഷയ്ക്ക് പോകും. ഇന്ന സമയമൊന്നുമില്ല. വലിയ പണക്കാരനായിട്ട് ഇരുന്ന ആളാണ്, കോടീശ്വരനായിട്ട് ഇരുന്ന ആളാണ്.
അദ്ദേഹത്തിന് ഒരു കാരണം ഉണ്ടായി. ഒരു മകനില്ല എന്ന് വിചാരിച്ച് ഭഗവാനെ ഉപാസിച്ച് അവസാനം ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ബ്രാഹ്മണനൊരു കുട്ടിയുണ്ട്, അതും അയാളുടെ കുട്ടിയല്ല, അയാൾക്ക് എവിടുന്നോ കിട്ടിയതാണ്, ദിവ്യശിശുവാണ്, നീ എടുത്ത് വളർത്തിക്കൊള്ളുക. ആ ബ്രാഹ്മണൻ ആ കുട്ടിയുടെ വെയ്റ്റിന് സ്വർണം കൊടുത്തിട്ട് വാങ്ങിച്ചുകൂടാന്നു. അങ്ങനെ തന്നെ ചെയ്തു അത്രേ. ആ കുഞ്ഞിനെ വളരെയധികം ആഗ്രഹത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, പ്രേമത്തോടുകൂടെ വളർത്തി. അറ്റാച്ച്മെൻറ്റ് ഈ പ്രാവിൻ്റെ കഥ പോലെ വളരെ അറ്റാച്ച്ഡായിട്ട് വളർത്തി. വലുതായി ഒരു 16 വയസ്സായപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ തന്നെ അസാമാന്യ അറിവ്, വിവേകം. ഇദ്ദേഹത്തിൻ്റെ പേര് തിരുവങ്കാട് ചെട്ടിയാർ എന്നാണ് പേര്. കുട്ടിക്ക് മരുതവാണൻ എന്ന് പേര്. അപ്പോൾ ആ കുട്ടിയെ കപ്പലിൽ മുത്തു വ്യാപാരമാണ്, മുത്താണ്, പേൾ. അപ്പോൾ മുത്ത് വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ടും വിൽക്കാനായിട്ടും ഒക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഒരു 14 കപ്പലുകൾ പോയിട്ടുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന്, തൂത്തുക്കുടിയിൽ നിന്ന് ഇങ്ങനെ പോവും. അവരൊക്കെ അന്നത്തെ കാലത്ത് അടുത്ത പല സ്ഥലങ്ങളും, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, ഇതൊക്കെ ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ കപ്പലിൽ യാത്ര പോയി മുത്ത് വിൽക്കാനായിട്ട്, വ്യാപാരത്തിനായിട്ട് പോയത് മുതൽ അച്ഛന് ഈ മകനെക്കുറിച്ചുള്ള വേദന. അയ്യോ, പോയിട്ട് സൗകര്യമായിട്ട് തിരിച്ചു വരണമല്ലോ, എന്തെങ്കിലും ആവൂ, ചെറിയ പയ്യനല്ലേ, ആദ്യമായിട്ട് പോവാണല്ലോ, വിഷമം. ദിവസം അത് ചൊല്ലി ശിവനെ പൂജിച്ചു. കുറേ കാലം കഴിഞ്ഞ് മകൻ അവിടുന്ന് തിരിച്ചു വരണു. ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യാപാരികൾ അവിടുന്ന് ആദ്യം വരണവർ പറയും, എന്ത് നന്നായിട്ടാണ് ബിസിനസ് ചെയ്യണത് അറിയുമോ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. എൻ്റെ മകൻ അത്ര നല്ല, നമ്മളുടെ കുലത്തിന് നല്ല പേര് നൽകുന്നു. വളരെ സന്തോഷമായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, ഒരുപാട് ചിലവാക്കണം, ആ കിട്ടുന്ന പണമൊക്കെ അവിടെ തന്നെ ഗോശാലയും പലർക്കും ദാനവും ഒക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്, കയ്യിലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ സംശയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ, ഈ കുട്ടി ബ്രാഹ്മണൻ്റെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കണമായിരുന്നു, വ്യാപാരികൾക്ക് പറ്റിയ കുട്ടിയല്ലല്ലോ, ഇങ്ങനെ ചിലവാക്കിയാൽ നമ്മളെങ്ങനെ വ്യാപാരം നടത്തും? വേദനയായി, ഡൗണായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്ന് പറഞ്ഞു, നല്ല വിലപിടിച്ച വൈരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതിന് പകരമായിട്ട്. അപ്പോൾ ഒരേ സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആളുകൾ പറഞ്ഞു, തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, ഈ മുത്തൊക്കെ വിറ്റിട്ട് ചാണക വരട്ടിയാണ് വാങ്ങിച്ചിരിക്കണമെന്ന്. അപ്പോൾ വളരെ ഡൗണായി, ദേഷ്യമായി, ഡിപ്രഷനായി. ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മകൻ അവിടുന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഒരേ സന്തോഷം. ദിവസം വരുമോ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2-3 കപ്പൽ വന്നു. അപ്പോഴൊക്കെ ഇവിടെ അവർ പുറകെ വരേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ന്യൂസ് വന്നു, ആ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി, കടലിൽ. ഒരേ ശോകത്തോടു കൂടെ ഡിപ്രസ്ഡായിട്ട് അതളപാതാളത്തിലായി. അങ്ങനെ 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട്, അത് കപ്പൽ മാറിപ്പോയി. നിങ്ങളുടെ മകൻ്റെ കപ്പൽ കുഴപ്പമൊന്നുമില്ലാതെ വരേണ്ടതെന്നോ. സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ വന്നതും ഓടി വന്ന അച്ഛൻ മകനെ എടുത്തു, ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു, ആനന്ദിച്ചു. എന്തൊക്കെ അത്ര സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് മകൻ കൊണ്ടുവന്ന വ്യാപാര സാധനങ്ങളൊക്കെ നോക്കി. ബാഗൊക്കെ തുറന്നു നോക്കിയാൽ എല്ലാറ്റിലും ചാണക വരട്ടി. ഭയങ്കര ദേഷ്യം വന്നു. ഈ ആരംഭ സന്തോഷമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചാണക വരട്ടി കണ്ടതും ദേഷ്യം വന്നു, ചീത്ത. ആ കുട്ടി ചിരിച്ചും കൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും ഓരോന്ന് ബാഗായിട്ട് ചകഞ്ഞു നോക്കിയപ്പോൾ ചാണക വരട്ടിയെടുത്ത് ദേഷ്യത്തിൽ എറിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ മരകതക്കല്ലാണ്. നല്ല പച്ച കളറിലുള്ള രത്നങ്ങൾ, വിലപിടിച്ച രത്നം. ഒരുപാട് സന്തോഷം. കാരണം വഴിയിൽ കൊള്ളക്കാരും അതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇവൻ എത്ര ബുദ്ധിപൂർവമാണ് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് മകനെ കാണാനായിട്ട് എവിടെയെന്ന് തിരഞ്ഞു പോയി. അപ്പോൾ ജ്ഞാനകല എന്നാണ് അവരുടെ
ഭാര്യയുടെ പേര്. ആ അമ്മ പറഞ്ഞു, അവനിതാ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു പന്തിയില്ലായ്മ തോന്നി. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ തുന്നൽ സൂചി, അതിൽ ഓട്ട ഉള്ള സ്ഥലം ഉണ്ടല്ലോ, ദ്വാരമുള്ള സ്ഥലം പൊട്ടിപ്പോയിരിക്കണം. കാത്, അതിൻ്റെ കാത് പൊട്ടിപ്പോയിരിക്കുന്നു. ആ കാത് പൊട്ടിപ്പോയ സൂചിയാണ്. അവിടെ ചുവട്ടിലൊരു പാട്ടുമുണ്ട്. ആ പാട്ട്, കാതറ്റ ഊശിയും വാരാത് കാൺ കടൈ വഴിക്കേ. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഈ കാത് പൊട്ടിയ സൂചി പോലും നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതാണ് പാട്ട്. പരമവൈരാഗ്യമുണ്ടായി, ഉള്ളിൽ ഒരു പ്രകാശമുണ്ടായി. അതിൽ ആ മരുതവാണനെ കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി സാക്ഷാത് പരമേശ്വരനാണ് തൻ്റെ മകനായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതും തനിക്ക് ഉപദേശിച്ചതും. അവനെ ഇനി തിരഞ്ഞിട്ട് കാര്യമില്ല, കിട്ടില്ല, മറഞ്ഞുപോയി. സാക്ഷാത് പരമേശ്വരനാണ് വന്നതെന്നുള്ള ഭാവം ഉണ്ടായി. എല്ലാ വസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞു, കോണകത്തോടു കൂടെ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. അമ്മ ചെന്ന് കരഞ്ഞു, ഭാര്യ കരഞ്ഞു, തിരിഞ്ഞു നോക്കിയില്ല. അമ്മ കരഞ്ഞു, പറഞ്ഞു, അമ്മയുടെ കാലം വരയ്ക്ക് ഞാൻ ഈ ബൗണ്ടറി കടന്നു പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. മാനേജർ വന്ന് ചോദിച്ചു, ലക്ഷക്കണക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം? എടുത്ത് തെരുവിലെറിയൂ, വേണ്ടവരെടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് വൈരാഗ്യം, തെരുവിലെടുത്തെറിയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഇറങ്ങിപ്പോയ പട്ടണത്ത് സ്വാമികൾ അവിടെ ഒരു അമ്പലത്തിൽ ചെന്നിരുന്നു. ധ്യാനം, നിരന്തര സമാധിസ്ഥിതി. രാജാവിന് നല്ല പരിചയമാണ് പട്ടണത്ത് സ്വാമികളെ. അന്വേഷിച്ചു വന്നു രാജാവ്. നോക്കുമ്പോണ്ട് നല്ല പട്ട് വസ്ത്രം ഉടുത്തിരിക്കുന്ന ആൾ കീറിയ കോണകമായിട്ട് ഇരിക്കണു. രാജാവ് വന്ന് നമസ്കരിച്ചിട്ട് നിന്നു, ശ്രദ്ധിച്ചേയില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് കിട്ടിയപ്പോൾ അങ്ങക്ക്? നല്ല നല്ല രത്നങ്ങളൊക്കെ അരമനയ്ക്ക് കൊണ്ടുവരുന്ന ആളാണ്, ഇപ്പം എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണമല്ലോ, എന്താ കിട്ടിയെന്ന് ചോദിച്ചു. നീ നിൽക്ക, ഞാൻ ഇരുക്ക. ഇത്രയും കാലം ഞാൻ വന്ന് ഓച്ചാനിച്ച് നിൽക്കും, നീ ഗംഭീരമായി സിംഹാസനത്തിലിരുന്ന് വർത്തമാനം പറയും. ഇപ്പോൾ പൊസിഷൻ മാറിയത് കണ്ടില്ലേ, ആഗ്രഹം പോയതോടുകൂടെ. പിന്നെ ഇങ്ങനെ എപ്പോഴാണോ സമാധിയിൽ നിന്ന് ഉണരുന്നത് അപ്പം ഭിക്ഷയ്ക്ക് പോകും. അപ്പോൾ ഒരു ദിവസം സമാധി വിട്ട് ഉണർന്നത് രാത്രിയാണ്, അർദ്ധരാത്രി. എണീറ്റ് പോയി. ഭിക്ഷ എവിടെ കിട്ടും രാത്രി സമയം? പക്ഷേ പോകുമ്പോൾ ഒരു വാതിൽ തുറന്നു കിടക്കണം, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി വീട്ടിൻ്റെ പടി കയറിയതും ഉള്ളിൽ ആ ഒരു ധ്യാനസ്ഥിതി വന്നു. അങ്ങനെ നിന്ന് കളഞ്ഞു അവിടെ. ഈ വാതിലിപ്പോൾ തുറന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മറത്തെ നായ കുരച്ചു, കള്ളൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി, നാട്ടുകാരൊക്കെ കൂടെ വടിയൊക്കെ എടുത്ത് കള്ളനെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കണു, എല്ലാവരും കൂടെ അടിച്ചു. അപ്പോൾ ഒന്നും ഒരു വിധത്തിലും ഒരു റിയാക്ഷനും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് കള്ളനല്ല, ആരോ യോഗിയാണ്. പിന്നെ മനസ്സിലായി പട്ടണത്ത് സ്വാമികളാണെന്ന് മനസ്സിലായി. എല്ലാവരും ക്ഷമായാചനം ചെയ്തു. അപ്പോഴാണ് ഈ പാട്ട്, ഇനി വന്ന് കൊണ്ട് തന്നാലല്ലാതെ ഭിക്ഷയ്ക്ക് പോവില്ല. ഒരു കാരണം എല്ലാത്തിനും. അങ്ങനെ ഭിക്ഷയ്ക്ക് പോകുന്നത് നിർത്തി. അതാണ് അജഗരവൃത്തി. കൊണ്ടുവന്ന് തരുമ്പോൾ ഭിക്ഷ, അല്ലെങ്കിൽ ഇല്ല എന്ന്. അങ്ങനെ നമ്മളും ഇവിടെ അജഗരവൃത്തിയാണ് ഏർപ്പാടാക്കിയിട്ട് എല്ലാം കൊണ്ട് അജഗരം ഏർപ്പാടാക്കിയിട്ട് കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ സുഖമൈന്ദ്രികം രാജന് സ്വർഗേ നരകയേവച ദേഹിനാം യദ് യഥാ ദുഃഖം തസ്മാന്നേച്ഛേത് തദ്ബുദ്ധഃ ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ യദൃച്ഛയൈവാപതിതം ഗ്രസേത് ആജഗരോ അക്രിയഃ. ഈ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് അജഗരൻ കഴിക്കുന്ന പോലെ കഴിക്കുകയാണ്. പിന്നെ 5 ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഃ കുരംഗമാതംഗ പതംഗ മീന ഭൃംഗാ നരഃ പഞ്ചഭിഃ അഞ്ജിതഃ കിം.
5 ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാനായി 5 പേര് ദൃഷ്ടാന്തം. കുരങ്കം എന്നുള്ളത് മാന്. മാന് ശബ്ദത്തിന് അടിമയാണെന്നാണ്. ശബ്ദം കേട്ടിട്ടാണ് അത്ര കാട്ടിൽ ഈ പാട്ട് പാടുന്നതൊക്കെ കേട്ടിട്ട് പെടും. അങ്ങനെയാണ് വേട്ടക്കാരുടെ കയ്യിൽ പെടുക. അതൊക്കെ നമ്മൾ വിസ്തരിക്കണില്ല. ഇതുപോലെ പാട്ട് കേൾക്കുമ്പോഴും സൂക്ഷിച്ചോളുക. അതാണ് ഗ്രാമ്യഗീതം ന ശൃണുയാത്. വിഷയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടൊന്നും കേൾക്കരുത്. ഗ്രാമ്യഗീതം ന ശൃണുയാത് എന്നുള്ളത് ഈ മാനിൻ്റെ കഥയിൽ നിന്നും പഠിച്ചു. എന്നുവെച്ചാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഭാഷാരൂപമായി വർത്തമാനം പറയുന്ന കാര്യമാണെങ്കിലും അതൊന്നും കേൾക്കരുത്. ആവശ്യമില്ലാത്ത കാര്യം, നമുക്ക് ആവശ്യമില്ലാത്ത എവിടുത്തെയോ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ചെവിയിൽ കേൾക്കരുത്. വികല്പമുണ്ടാക്കരുത്. ഇത് മാനിൽ നിന്നും പഠിച്ചു. പിന്നെ മാതംഗം, ആന പിടിയാനയ്ക്ക് സ്പർശത്തിന് വേണ്ടി പിടിയാനയെ വെച്ച് തന്നെ മെരുക്കിയെടുക്കും കൊമ്പനാനയെ. ഇതുപോലെ സ്പർശത്തിന് അടിമപ്പെട്ട് ആനയെപ്പോലെ ഇത്ര ബലവാനായിരുന്നിട്ടും ഈ ഇത്തിരി പോകുന്ന മനുഷ്യന് അടിമയായിട്ട് തീരും. അങ്ങനെ ആവരുത്. അത് പഠിച്ചു. മീൻ തിന്നാൻ വേണ്ടിയിട്ട് ഇര പിടിക്കാൻ വേണ്ടി അതിൽ തീറ്റ കിട്ടിയിട്ടാണല്ലോ പെടുന്നത്. ഇതേപോലെ ഭക്ഷണത്തിന് ആസക്തനായിട്ട് മനസ്സിൻ്റെ സമാധാനവും ആരോഗ്യവും ഒക്കെ കളഞ്ഞു കുളിക്കും. അത് നമുക്ക് നല്ലവണ്ണം പരിചയമുള്ള ഒരു ഫീൽഡാണ്. അപ്പം അത് ഭക്ഷണത്തിനാണ്, നാവിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ സമാധാനം പോവാണ്. എന്തൊക്കെ വിധത്തിൽ തിന്നാൻ കിട്ടുമോ ഒക്കെ അല്ലേ. ഉണ്ടാക്കേണ്ട പാടുപോലും ഇല്ലല്ലോ ഇപ്പോൾ ഒക്കെ ഓർഡർ കൊടുത്താൽ മതി, എല്ലാം അങ്ങനെ വരും. എന്ത് വേണമെങ്കിലും വരും. വിധമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വരും. ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് വരെ ഇറക്കുന്നവരേ ഉള്ളൂ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതിനൊരു രുചിയുമില്ല. ഒരു ഗുരു പറഞ്ഞു ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെക്കാളും താഴ്ന്നതായ വസ്തുക്കളോ വ്യക്തികളെയോ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വിനയം പഠിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ പലരെയും കൂട്ടിക്കൊണ്ടുവന്നു, പല വസ്തുക്കളെ എടുത്തുകൊണ്ട് വന്നു. ഒരു ഉത്തമ ശിഷ്യൻ, അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഗുരു പറഞ്ഞു, തനിക്കൊന്നും കിട്ടിയില്ലേ ചോദിച്ചു. ഒന്നും കിട്ടിയില്ലേ, ഞാൻ അന്വേഷിച്ച് നോക്കി. അവസാനം എനിക്ക് തോന്നി എല്ലാറ്റിനും എന്നേക്കാളും കുറച്ചൊരു ശ്ലാഘ്യതയുണ്ട്, ശ്രൈഷ്ഠ്യമുണ്ട്. അപ്പം ഞാൻ അവസാനം തോന്നി ഞാൻ തന്നെ വിസർജിച്ച മലം അതാണ് വൃത്തികെട്ടത്. അതാവുമ്പോൾ നിശ്ചയമായിട്ട് എന്നെക്കാളും താണതാണ് എന്ന് പറഞ്ഞത് എടുക്കാൻ പോയപ്പോൾ നിൽക്കവിടെ എന്ന് പറഞ്ഞു. അത്രയത് സ്റ്റോപ്പ്, തുടരുത്. അയാളാ പറയണം, എന്താ തുടരുതെന്ന് ചോദിച്ചു. ഞാൻ നല്ല ജിലേബി ആയിട്ടിരുന്നതാണ്, സപ്താഹത്തിന് നേദിച്ചതാ. ഒരു പ്രാവശ്യം നീ തൊട്ടിട്ടാണ് ഇങ്ങനെ ആയിരിക്കണം. രണ്ടാമത് തൊട്ടാ എന്താവോ അറിയില്ല, നീ തുടരുതെന്ന്. ഇതാണ് ഭക്ഷണത്തിൻ്റെ ചരിത്രം, ഓട്ടോബയോഗ്രഫി ഫുഡിൻ്റെ. അപ്പോൾ ഇതിന് നമ്മൾ പല വിധത്തിലും അടിമയാവുന്നു ഇല്ലേ. ഇപ്പോൾ ഈ മീനിൻ്റെ കഥ പറഞ്ഞ പോലെ ആഹാരത്തിന് അടിമ. ഇപ്പം ധാരാളം ആളുകൾ ഇപ്പം അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇന്ന ആഹാരം കഴിക്കണം, ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ, വളരെ കോൺഷ്യസ് ആവേണ്ടത് നല്ലതാണത്. അധ്യാത്മ സാധനയ്ക്കും അത് വളരെ പ്രധാനമാണ്. ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാസ്മൃതി. ആഹാരശുദ്ധമായാലേ സത്വഗുണം ശുദ്ധമാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ മറ്റ് ഫീൽഡിലുള്ള ആളുകൾ, സ്പോർട്സ് ഇതിലുള്ള ആളുകളൊക്കെ ആഹാരം വളരെ ജാഗ്രതയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിനി മാറിയിട്ടില്ല. സപ്താഹത്തിൽ അതിലൊന്നും ഇനിയും പാലട പ്രഥമനും പഞ്ചസാര പായസവും പല വിധത്തിലുള്ളതൊക്കെ കഴിച്ച് നല്ലവണ്ണം വരുത്തേണം, വല്ലവണ്ണം ഉമാവതേ നല്ല ചൊവ്വൂർ അമർന്നീടും കല്യാണായ നമോ നമ എന്നൊരു ശ്ലോകമുണ്ട്. അതിങ്ങനെ ചൊല്ലി നല്ലവണ്ണം ഇങ്ങനെ നല്ലവണ്ണം വരില്ല. അപ്പോൾ ഭക്ഷണം കൊണ്ടുള്ള ദോഷം
അപ്പോൾ ഭക്ഷണത്തിന് മത്സ്യം പോലെ, മീൻ പോലെ അടിമയാവരുത് എന്ന് അതിൽ നിന്ന് നാവിനെ ജിതം സർവം ജിതേ രസേ എന്ന് പഠിച്ചു. ഇത് പഠിച്ചു. അടുത്തത് കുരങ്ക, മാതങ്ക, പതംഗ, മീന. പതംഗം, തീയിൽ വീഴുന്ന പാറ്റ. അത് കണ്ണിനടിമയായിട്ട് തീയിൽ വീണ് കത്തിപ്പോകുന്നു. അതേപോലെ നമ്മളും കണ്ണുകൊണ്ട് പലതും കാണാനുള്ള ആഗ്രഹം ഇല്ലേ, ഏറ്റവും അധികം അപകടമായിട്ട് നമ്മളിന്ന് അഡിക്റ്റഡായിട്ട് ഇരിക്കുന്നത് ഇതിനാണല്ലോ, കണ്ണിനാണല്ലോ. സപ്താഹമാണെങ്കിലും അതേ വീഡിയോ വേണം, എല്ലാം എടുക്കണം. നല്ല കാര്യമാണെങ്കിലും അതെ, ചീത്ത കാര്യങ്ങളാണെങ്കിലും അതെ, നല്ല സൗകര്യമാണ് കണ്ണുകൊണ്ട് കാണാനായിട്ട്. അത് ചെറിയ ചെറിയ കുട്ടികളടക്കം ആ കണ്ണിനാണ് അടിമ. ഈ കണ്ണിനടിമയായിട്ട് ഈ പാറ്റ തീയിൽ പെട്ട് കത്തിപ്പോകുന്ന പോലെ കണ്ണിനടിമയായിട്ട് നമ്മളുടെ നല്ല സമയമൊക്കെ പോകും, നമ്മളുടെ എനർജിയൊക്കെ പോകും, രാത്രി ഉറക്കം പോകും. അതൊക്കെയാണല്ലോ ദോഷം പറയണത്. രാത്രി ഉറക്കം പോകും, കുട്ടികളുടെ പഠിപ്പ് പോകും, ഫോക്കസ് പോകും, ജപം ചെയ്യാൻ പറ്റില്ല, ധ്യാനം ചെയ്യാൻ പറ്റില്ല, അറ്റൻഷൻ പോകും. ഇതൊക്കെ തന്നെ ഈ കണ്ണിനടിമയായിട്ട് പോകും. അപ്പോൾ ഈ പാറ്റയെ പോലെ ഞാൻ ഇതിൽ പെട്ടുപോവാതിരിക്കണം. എങ്ങനെയപ്പോൾ രക്ഷപ്പെടുക? അതാണ് പലരും ചോദിക്കണം. അതാണ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് പറയണ പോലെ മൊബൈലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഒരു ചോദ്യമാണ്. കാരണം ട്രെയിൻ ടിക്കറ്റ് വേണമെങ്കിൽ മൊബൈൽ വേണം, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ മൊബൈൽ വേണം, ഓഫീസ് കാര്യത്തിന് മൊബൈൽ വേണം, ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ മൊബൈൽ വേണം, ഭാഗവതം കേൾക്കണമെങ്കിൽ മൊബൈൽ വേണം. എങ്ങനെ രക്ഷപ്പെടും ഇതെന്ന് എന്നാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചോളണം. രക്ഷപ്പെടുകയല്ല, അതിനെ നല്ല വഴിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. ഒരു വയസ്സായ അമ്മേനോട് പറഞ്ഞു, അതൊരു വലിയൊരു വാക്കായിരുന്നു. ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് അവരെ പേരക്കുട്ടി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, കാണണം എന്ന് ആഗ്രഹിച്ചു, ഇപ്പോഴാണ് സാധിച്ചത്, ആരും കൂട്ടിക്കൊണ്ട് വരാനില്ല, എത്രയും ദൂരം ഇപ്പോൾ ഇയാളാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. സ്വാമി മൊബൈലൊക്കെ ചിലപ്പോൾ കളിയാക്കി പറയും, പക്ഷേ എനിക്ക് ഈ മൊബൈലാണ് അമ്പലം. കാരണം എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ല, വഴി കാണിക്കാൻ ആരുമില്ല. രാവിലെ മുതൽ ഭാഗവതവും ഗീതയും ഇതുമൊക്കെ കേൾക്കണത് ഇതിലാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് അമ്പലം തന്നെയാണ്. അത് വെറും ഒരു ജഡസാധനമല്ലേ അല്ലേ? പ്ലാസ്റ്റിക്കാണ്, അത് വെറും ഇരുമ്പും പ്ലാസ്റ്റിക്കും ഒക്കെ കൂടിയ സാധനമല്ലേ, സ്റ്റീലൊക്കെ കൂടിയതല്ലേ, ഇത് ജഡസാധനമാണ്. ഒരു പയ്യൻ പറഞ്ഞു, സ്വാമി അല്ല സ്വാമി, നോ, ഇറ്റ് ഹാസ് ലൈഫ്, അതിന് ജീവനുണ്ട്. ഞാൻ വേണ്ടാന്ന് വെച്ചാലും സമ്മതിക്കണില്ല എന്നാണ്, വേണ്ടാന്ന് വെക്കാൻ സമ്മതിക്കണില്ല എന്നാണ്. അതിന് ജീവനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മളുടെ മനസ്സുകൊണ്ട് കൊടുത്ത് നമ്മളതിന് അടിമയാവുകയാണ്. അപ്പോൾ മൊബൈലിനെ ഭാഗവതം കേൾക്കുകയും ഗീത കേൾക്കുകയും സത്സംഗവും നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിച്ച് മൊബൈൽ കണ്ടാൽ കണ്ണിൽ കണ്ണീര് വരണം. ആ രീതിയിൽ അതിനെ പവിത്രമാക്കാൻ സാധിക്കും. നല്ല ഇപ്പോൾ ഭാഗവത പുസ്തകം കാണുമ്പോൾ തന്നെ ഒരു ദിവ്യഭാവം വരണ പോലെ ഇതിലാണ്. നമ്മുടെ കൂടെ ഒരു ഭക്തനുണ്ട്, ഇപ്പം അദ്ദേഹം ഈ പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം ഉണ്ട്, അത് ആ മൊബൈലിലാണ് അദ്ദേഹത്തിന് എല്ലാം 2000 സ്പീച്ചോ മറ്റോ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാധനം. അപ്പോൾ അതിനൊരു ദീപാരാധന കാണിക്കും, അതിന് നമസ്കരിക്കും, എല്ലാം ചെയ്യും അദ്ദേഹം. അപ്പോൾ അത് പവിത്രമാണത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ കണ്ണിന് അടിമയായിട്ട് മനസ്സിൻ്റെ സമാധാനം ശാന്തിയൊന്നും കെട്ടുപോകാതെ സൂക്ഷിക്കണം. ഇത് കണ്ണുകൊണ്ട് പലതും കാണാനുള്ള ആഗ്രഹം, പല വിഷയങ്ങളിലുള്ള രുചി, ഇത് വിളക്കുപാറ്റയെ അതിൽ നിന്നും പഠിച്ചു. പിന്നെ പതംഗ, മീന, ഭൃംഗ, വണ്ട്, മണം, പുഷ്പത്തിൽ നിന്നുള്ള തേനിൻ്റെ മണത്തിൽ വണ്ട് അതിൽ പെടുന്നു. അതുപോലെ മൂക്കിലെ മണത്തിനും നമ്മൾ അടിമയാണ്. അതിലും മനസ്സിൻ്റെ സമാധാനം പോവാം. 5നും അടിമയായ മനുഷ്യൻ്റെ കാര്യം എന്തു പറയാനാണെന്നാണ്.
മാബധ്യാസം തരുണ്യാ ഗജയിവ വശയാനാർജയേയം ധനൗഘം ഹർത്താന്യസ്തം ഹി മാധ്വീഹര ഇവ മൃഗവത് മാമുഹം ഗ്രാമ്യഗീതൈഃ നാത്യാസജ്ജേയ ഭോജ്യേ ഝഷയിവ ബഡിശേ പിംഗളാവൻ നിരാശസുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോന്നീർണഹന്നീ. ഈ തേന് കൊണ്ടുവന്ന് വെച്ച് തേനൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ പണം ശേഖരിച്ച് വെച്ച് ആരെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ട് കൊണ്ടുപോകും. അതുകൊണ്ട് സമയം വെറുതെ ആവശ്യത്തിലധികം അതിൽ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്ന് പഠിച്ചു. പിന്നെ ഒരു കൊച്ചുകുട്ടിയെ കണ്ട് ഇതുപോലെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമോ? പിങ്കളയെ കണ്ടു പഠിച്ചു. ഒരു വേശ്യയാണ്, പുറത്തുനിന്ന് വരുന്ന ആളുകളിലൊക്കെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾക്ക് വൈരാഗ്യം വന്നു. അവൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ആത്മാവായിരിക്കുന്ന രമണനെ വിട്ട് ഞാൻ പുറത്തൊക്കെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെടുത്തുകയാണ്. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. സമീപത്തിൽ ഹൃദയസ്ഥനായിട്ടിരിക്കുന്ന ഭഗവാനെ വിട്ടിട്ട് ഞാനിങ്ങനെ മനസ്സിനെ പുറത്തയച്ചുവല്ലോ, ഇനി പുറത്തേക്ക് അയക്കില്ല, മനസ്സ് ആത്മാവിൽ തന്നെ നിർത്തുമെന്ന് പറഞ്ഞ് സുഖം സുഷ്വാപ പിങ്കള. നിർവികൽപ്പേ സമാധൗ സുഷ്വാപ പിങ്കള. സുഖമായി പിങ്കളെ ഉറങ്ങിയെന്ന് വെച്ചാൽ സമാധിസ്ഥിതയായിട്ടിരുന്നു എന്നർത്ഥം. ആത്മാവിൽ സ്വസ്ഥമായി നിശ്ചലമായിട്ട് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു. ഇങ്ങനെ പിങ്കളയെ കണ്ടു, ഒരു കൊച്ചുകുട്ടിയെ കണ്ടു. ആ സ്വാതന്ത്ര്യം കുട്ടിയിൽ നിന്ന് പഠിച്ചു. ഒരു പെൺകുട്ടി കയ്യിൽ വള, രണ്ട് കയ്യിലും അതിങ്ങനെ ചിലയ്ക്കണം. ഒലയ്ക്ക കൊണ്ട് നെല്ല് കുത്തുകയാണ്. അപ്പോൾ ആരൊക്കെയോ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലജ്ജ കാരണം അതിൽ വളയൊക്കെ അഴിച്ച് രണ്ട് കയ്യിലും രണ്ട് വളകൾ, അപ്പോഴും ശബ്ദം. അതും അഴിച്ച് ഓരോ വളയായപ്പോൾ ശബ്ദമില്ല. ഇതുപോലെയാണ് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ കലഹം, രണ്ടാളുകളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം. ഏക ഏവ ചരേ തസ്മാത് കുമാരിയായിവ കങ്കണ. ഈ കുമാരിയുടെ കങ്കണത്തെന്ന് പഠിച്ചത് ആത്മധ്യാനം ചെയ്യണമെന്ന് നിശ്ചയിച്ച യോഗി ഏകാന്ത പഥികനായിട്ടിരിക്കണം എന്നാണ്. ഏക ഏവ ചരേത് തസ്മാത്. രണ്ടാമതാൾ വേണ്ട, മൂന്നാമതാളും വേണ്ട. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കലഹമാണ്. കുറേ ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ കലഹമാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കലഹം ഉണ്ടാവും. എന്താ കാരണം അറിയോ? ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങളെ കാരണം എനിക്കും പണം വേണം, എന്നെ കാരണം നിങ്ങൾക്കും പണം വേണം, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യും. ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ഞാനും രാജാവാണ് നിങ്ങളും രാജാവാണ്, ഒന്നും ആവാനില്ല, വിട്ടുകൊടുക്കില്ല. അവിടെ അഹങ്കാരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചണ്ട കൂടും. അപ്പോൾ അധ്യാത്മമായിട്ട് ആളുകളെ കൂട്ടി വയ്ക്കുക എന്നുള്ളത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഫലേച്ഛയില്ലാതെ ആളുകളെ കൂട്ടി ഒന്നിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പണം മുതലായ ഫലം ഇച്ഛിച്ചിട്ടില്ലെങ്കിൽ പേരോ പുകഴോ സ്ഥാനമോ അതിനോട് ആഗ്രഹം വരും, അതിനുവേണ്ടി കലഹം വരും. അതുകൊണ്ട് ഏക ഏവ ചരേ തസ്മാത്. ഈ പ്രശ്നമൊന്നും പരിഹരിച്ചിട്ട് സമാധാനം കണ്ടുപിടിക്കാൻ പറ്റില്ല. തനിച്ച് ഏകാന്തമായി ധ്യാനം ചെയ്ത് സഞ്ചരിക്കുക എന്ന് പഠിച്ചു. പിന്നെ ഒരു അമ്പുണ്ടാക്കുന്നവൻ്റെ കോൺസെൻട്രേഷൻ കണ്ടിട്ട് പഠിച്ചു. ഇതുപോലെ ആത്മധ്യാനത്തിൽ എനിക്ക് ഏകാഗ്രനിഷ്ഠ വേണമെന്ന് പഠിച്ചു. എലി ഉണ്ടാക്കിയിരിക്കുന്ന മാളത്തിൽ കയറി താമസിക്കുന്ന പാമ്പിനെ കണ്ടിട്ട് വീട് കെട്ടാനൊന്നും പുറപ്പെടരുത്, ആശ്രമം ഉണ്ടാക്കാൻ പുറപ്പെടരുത്, മുമ്പ് തന്നെ ഉള്ളതായ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ താമസിച്ച് ഇങ്ങനെ കാലം കഴിക്കാം. എവിടെയെങ്കിലുമൊക്കെ സത്രമോ അമ്പലമോ ഏതെങ്കിലും ഗുഹയോ അവിടെയൊക്കെ താമസിച്ച് ഇങ്ങനെ കാലം കഴിക്കുക എന്നുള്ളത് പാമ്പിൻ്റെ അറിവ് കണ്ടുപിടിച്ചു. ഇങ്ങനെ എട്ടുകാലി വല പുറത്തേക്ക് വിട്ട് അകത്തേക്ക് എടുക്കും. അതുപോലെയാണ് ഭഗവാൻ വിശ്വസൃഷ്ടി ചെയ്യുന്നത്. യഥോർണനാഭിസൃജതേ ഗൃഹത്തെ ച യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഈ എട്ടുകാലിയെ പോലെ രമണ ഭഗവാൻ പറഞ്ഞു, അരുണാചലേശ്വരൻ എട്ടുകാലി ഒരു പ്രാണിയെ പിടിക്കുന്ന പോലെയാണ് എന്നെ പിടിച്ചതെന്ന്. ചിന്തിത്ത് അരുൾപ്പെട ചിലന്തി പോൽ കട്ടി ശിരയിട്ട് ഉണ്ടനൈ അരുണാചല എന്ന്. ഒരു ചിലന്തി പോലെ
വല കെട്ടി എന്നെ പിടിച്ച് എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നും ഭഗവാൻ. എന്നുവെച്ചാൽ സ്വന്തം ഐക്യമാക്കി തീർത്തു എന്നർത്ഥം. കൃപയാകുന്ന വല. അങ്ങനെ ചിലന്തി, പിന്നെ ഭ്രമരം, വീണ്ടും ഭ്രമരം, ഈ കീടം, ഭ്രമരകീടന്യായം. ഈ കീടം ഭ്രമരത്തിനെ ചിന്തിച്ച് ഭ്രമരമാകുന്ന പോലെ ബ്രഹ്മധ്യാനം ചെയ്ത് ബ്രഹ്മസ്വരൂപമായിത്തീരുന്നു. പിന്നെ ദേഹത്തിൽ നിന്ന് പഠിച്ചു. വിഡ്ഭസ്മാച ദേഹോ ഭസ്മാത്മാച ദേഹോ ഭവതി ഗുരുവരഹ. ഏറ്റവും വലിയ ഗുരു ആരാന്ന് വെച്ചാൽ ഈ ശരീരം എന്നാണ്. ഇത് നമ്മളുടെ ജീവിതം മുഴുവൻ പേറി നടക്കുന്നൊരു ഭാരം. ഉച്ചയ്ക്കും ചേർത്ത് രാവിലെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്നാൽ ഒരു നേരം വേണ്ടാന്ന് വെക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഉറങ്ങാൻ പറയുന്ന സമയത്ത് ഉറങ്ങില്ല. സപ്താഹത്തിൽ വന്നിരുന്നാൽ ഉറങ്ങും. നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഗം വരും. എന്നാൽ ഇത്രയൊക്കെ നമ്മളെല്ലാം ആഹാരമൊക്കെ കൊടുത്ത് നോക്കിയല്ലോ, മരിക്കണതിന് മുമ്പ് ഒരു മാസം മുമ്പ് നമുക്ക് ഒരു ഇൻഫർമേഷൻ, ഇന്ന ദിവസത്തോടുകൂടെ കഴിഞ്ഞു കേട്ടോ. മൊബൈൽ പോലും പറയണു അല്ലേ, ചാർജ് തീരണോ എന്നുള്ളത്. കാറിൽ പെട്രോൾ തീരണു, കാറ് പറയണു. ഇയാളൊന്നും മിണ്ടില്ല. പൊടുന്നനെ ഒരു ദിവസം അപ്പോൾ ബിൽപത്രം എഴുതി വെച്ചിട്ടേ ഉള്ളൂ, പേരക്കുട്ടിക്ക് ശേഷം വീട് എനിക്കെന്ന്. അപ്പം പോയി ഹാർട്ട് അറ്റാക്ക്. ഇങ്ങനെയൊക്കെയാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. മാംസപിണ്ഡം അതിനെയും കയറി വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് അവസാനം ഭസ്മമായിട്ട് പോവും. ഈ പട്ടണത്താർ കഥ പറഞ്ഞല്ലോ, പട്ടണത്താർ തന്നെ പറയണ്ട. അദ്ദേഹം ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ പോകുമ്പോൾ ഈ ബിസിനസ് റൈവൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇയാളുടെ തന്നെ ഒരു ബിസിനസ്സുകാരൻ, മറ്റൊരു ചെട്ടിയാർ. അപ്പോൾ ആ ചെട്ടിയാറും ഒരു മുത്തു വ്യാപാരിയാണ്. അയാൾ വലിയ പണക്കാരനാണ്. അപ്പോൾ അയാൾക്ക് പട്ടണത്താരിങ്ങനെ ആയതിൽ ഏറ്റവും സന്തോഷിച്ചത് അദ്ദേഹമാണ്. കണ്ടില്ലേ, അന്നേ ഞാൻ പറഞ്ഞു ഇതുപോലെ ആവുന്നു, ഇങ്ങനെ വേണം. ഇപ്പോൾ തെരുവിൽ ഭിക്ഷ എടുത്ത് നടക്കണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് പട്ടണത്താർ ഭിക്ഷ എടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പ് തന്നെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചെട്ടിയാർ 2 ജോലിക്കാർ, ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് ഒരാൾ, നല്ല ദാനോന്തരവും പിന്നെന്താ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് മേത്തിങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നല്ല വലിയ കുടവയറുണ്ട്. ആ കുടവയർ ഇവിടുന്ന് ഒരാൾ ഒഴിച്ചലും അവിടുന്ന് ഒരാൾ ഒഴിച്ചലൊക്കെ ആയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടണത്താർ ഒരു പാട്ട് പാടി, ചെട്ടിയാർ തൊപ്പൈ തനതെൻ്റെ ഇറുക്ക നായി നരി കഴുക് തനതെൻ്റെ ഇറുക്കെന്ന്. ഈ ചെട്ടിയാർ ഈ തൊപ്പയെന്ന് വെച്ചാൽ ഈ കുടവയർ, ഈ കുടവയർ തൻ്റെ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. നായ നരി കഴുകനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകണ്ട അത്രേ. എപ്പോഴാ എന്താണ് നമ്മൾക്ക് നല്ല ആഹാരമാണ് അവിടെ ഉള്ളത് നോക്കിയിട്ട് പോകണമെന്നാണ്. അപ്പോൾ ഇതാണ് അവരുടെയൊക്കെ സാധനമാണതേ. ചിലയിടത്തുണ്ട് പെറ്റ് ഷോപ്പ് വീട്ടിലുണ്ടല്ലോ, നായ്ക്കൾക്ക് ആഹാരം. ഇതാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. പരമേശ്വരൻ സന്ധി സമയത്തിൽ ഇങ്ങനെ ഭസ്മധാരിയായി ശ്മശാനഭൂതിഭൂഷിതനായിട്ട് ഋഷഭാരൂഢനായിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, നമ്മളെ പരിഹസിക്കുകയാണെന്ന് പറയണു ദിതിയുടെ അടുത്ത്. നമ്മളെ പരിഹസിക്കുകയാണ്. ശ്വഭോജനം ആത്മതയോപലാളിതം, നായിക്കുള്ള ഭക്ഷണത്തിനെ ഞാനാണെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ശ്വഭോജനം ആത്മതയോപലാളിതം. ഇങ്ങനെ ശരീരത്തിനെ ഒരു ഗുരു എന്ന് കണ്ടുപഠിച്ചു. ഇങ്ങനെ ഭഗവാനെ ഹി മേ ദേഹമോഹം ത്യജപവനപുരാധീശ യത് പ്രേമഹേതോ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഃ ത്വത്പദം വിസ്മരന്തി സോയം വന്നേ ശൃണു വാം പരമിഹ പരതഃ സാമ്പ്രതം ച അക്ഷികർണത്വജിഹ്വാദ്യാഃ വികർഷന്തി അവശം അത ഇതഃ കോപി ന ത്വത്പദാബ്ജേ.
ഹീ മേ ദേഹമോഹം ത്യജ പവനപുരാധീശ. ഹേ പവനപുരാധീശ, ഈ ദേഹത്തിനോടുള്ള മോഹം, ഡെലൂഷൻ, അഭിമാനം അതങ്ങോട്ട് എടുത്തു കളയൂ ഭഗവാൻ. ഹി ഇതിനോടുള്ള പ്രേമം കാരണം എൻ്റെ വീട്, എൻ്റെ പണം എന്ന് പറഞ്ഞ് പിടിച്ചു കിടക്കുകയാണ് ഞാൻ. ഇത് തീയിൽ കത്തിപ്പോകുമല്ലോ, നായോ കഴുകോ മറ്റു കൊത്തി വലിക്കുമല്ലോ. ഇപ്പം ജീവനോടെ ഇരിക്കുമ്പോഴും കണ്ണൊരു വശത്തേക്ക്, ചെവി ഒരു വശത്തേക്ക്, പല വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. ശരി പോട്ടെ, ദേഹാഭിമാനമൊക്കെ ജ്ഞാനികൾക്കേ പോവുള്ളൂ. നിനക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഇരുന്നിട്ട് പോട്ടെ, ഭക്തിയെങ്കിലുമൊക്കെ തരുമെന്നാണ്. ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാം തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദ പങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തേ സമധിഗതമിതം സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്ത മാമാക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹ, ദേഹമോഹത്തിനെ നിശേഷമായിട്ട് എടുക്കണം, അത്ര എളുപ്പമല്ല. തർഹി അങ്ങനെയാണെങ്കിൽ നിശേഷ രോഗാൻ ഹിത്വാ, ഈ ശരീരത്തിലുള്ള പ്രതിബന്ധമായിട്ടുള്ള വ്യാധികൾ, രോഗങ്ങളെയൊക്കെ ഒന്ന് നീക്കിയിട്ടേ സ്വസ്ഥമായിട്ട് ജപം, ധ്യാനം, ഭഗവത് ആരാധന ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഃ സ്ഥിരൈഃ അംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. നല്ല സ്ഥിരമായ ശരീരത്തോടുകൂടെ ഭഗവത് ആരാധന ചെയ്യാനൊരു അനുഗ്രഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഈ വിപ്രദേഹം ബ്രാഹ്മണ ശരീരം കിട്ടിയിരിക്കുന്നു. ഇതിനെ വീണ്ടും ഈ ക്ഷുദ്ര വിഷയസുഖത്തിൽ തള്ളിക്കളയരുത് ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ 24 ഗുരുക്കന്മാരിൽ നിന്നും അവധൂതൻ പഠിച്ചതൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് ചിലപ്പോൾ പഠിച്ച പാഠം പൂർണ്ണമാവില്ല. നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് പുഷ്കൽ ബ്രഹ്മൈതത് അദ്വിതീയം വൈഗീയത്തെ ബഹുദർശിഭി. അദ്വിതീയമായ ബ്രഹ്മത്തിനെ പല കോണുകളിൽ നിന്നും ഋഷികൾ കണ്ട് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ പൂർണ്ണമായിട്ട് തീരുന്നു ഈ ജ്ഞാനം. ഇത്രയും പറഞ്ഞ് അവധൂത വാക്ക് കേട്ടിട്ട് രാജാവ് സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവ. രാജാവും ജീവൻ മുക്തനായിട്ട് തീർന്നു, സർവസംഗ വിനിർമുക്തനും സമദർശിയുമായിട്ട് തീർന്നു രാജാവ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ഉപദേശത്തിനെ ഇവിടെ 24 ഗുരുക്കന്മാരുടെ ഉപദേശം ഇവിടെ നിർത്തുകയാണ്. ഇങ്ങനെ ഇതോടുകൂടെ നമ്മൾ ഈ ഏകാദശ സ്കന്ധത്തിലുള്ള ഈ ഉപദേശവും നമുക്കിവിടെ പൂർത്തിയാക്കണം, സമയമില്ല. ഇനി ഒരു അധ്യായം വായിച്ചിട്ട് ബ്രഹ്മോപദേശം അല്പം പറഞ്ഞ് പിന്നെ നമ്മൾ പൂർത്തിയാക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.